ഫേസ്ബുക്കിൽ ബിസിനസ് പ്രൊഫൈൽ വെരിഫൈ ചെയ്യുന്നതിനായിട്ട് business.facebook.com എന്ന URL ഓപ്പൺ ചെയ്യുക. നമ്മൾ സാധാരണ വാട്സാപ്പിൻ്റെ ഓട്ടോമേഷൻ ടൂളായിട്ടുള്ള വാട്ടി ആപ്ലിക്കേഷനും അതുപോലെയുള്ള മറ്റ് സർവീസസ് ഒക്കെയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അക്കൗണ്ട് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു URL എടുത്തു കഴിഞ്ഞാൽ ഇടത് സൈഡിൽ കുറച്ച് താഴോട്ടായി കാണുന്ന സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ മോർ ബിസിനസ് സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇടത് സൈഡിൽ മെനുവിൽ കുറച്ച് താഴോട്ട് വന്നാൽ ബിസിനസ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ business.facebook.com/settings/info എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡയറക്റ്റ് വരാനായിട്ടും കഴിയും. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ആ വെരിഫൈ ചെയ്യേണ്ട അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുക്കുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലീഗൽ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്, രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മുഴുവൻ പേര് ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ കൺട്രി കൊടുക്കുക, അഡ്രസ്സ്, അതുപോലെ തന്നെ സ്ട്രീറ്റ് അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡ്, ബിസിനസ് നമ്പർ. ഈ ബിസിനസ് നമ്പർ നമ്മുടെ പേജിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന നമ്പർ ആവണം കൊടുക്കേണ്ടത്. ഈ ഒരു ബിസിനസ് നമ്പർ നമ്മുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്തിരിക്കുന്ന സെയിം നമ്പർ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് നെയിം കൊടുക്കുക. ഈ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഫേസ്ബുക്കിൻ്റെ പേജൊക്കെ കണക്റ്റഡ് ആയിരിക്കണം. വെരിഫിക്കേഷൻ വെബ്സൈറ്റിലായിരിക്കും പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ബിസിനസ് നമ്പർ നമ്മുടെ ആ വെബ്സൈറ്റിൽ ഉണ്ടാവണം. അതുപോലെ ഫേസ്ബുക്ക് കണക്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള ഇൻഫർമേഷൻസ് ചോദിക്കും. സ്ഥാപനത്തിൻ്റെ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് ആണ്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി വെരിഫൈ ചെയ്തിരിക്കുന്ന മറ്റൊരു പേജ് കാണിക്കാം. ഇവിടെ ഈ കാണുന്നത് പോലെ വെരിഫൈഡ് എന്നുള്ളത് വരും. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഇതിനകത്ത് എപ്പോഴും വരാറുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ബിസിനസ് ഫോൺ നമ്പർ കൊടുത്തിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഈ രീതിയിലാണ് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആഡ് അക്കൗണ്ട്സിലും പല പ്രിവിലേജസും നമുക്ക് ലഭിക്കത്തുള്ളൂ. അതുപോലെയുള്ള വാട്ടി ആപ്ലിക്കേഷൻസ്, വാട്സാപ്പിൻ്റെ ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വെരിഫൈഡ് പ്രൊഫൈൽസിന് മാത്രമേ വാട്സാപ്പിൻ്റെ ഓട്ടോമേഷൻ ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിരുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. താങ്ക് യു.